കേരളത്തിൽ ഇറ്റ് ഈസ് എ മെയിൽ ഡോമിനേറ്റഡ് മൈഗ്രേഷൻ. സാർ നിങ്ങൾ 1000 പറഞ്ഞാലും വാട്ട് എവർ ഡേറ്റ വി ഹാവ് ഇല്ല. ഇപ്പോൾ കേരള ഡേറ്റ പ്രകാരം സാറേ 80% ഓഫ് ദം ആർ male migrant, 20% female. At the same time, if you compare to the non-Gulf, women are going more. For example, 45% of the women who live outside Gulf is graduates. OECD. Graduates compared to the men. So women who are going to non-OECD are more women than men. Adu again that number, mottame 20%, number korayum sare. You are right. There are many men. You are telling here, men are here. There are many men are sitting in UK and Canada as what I call them house husbands. I am doing a research on house husband. ഒരു വീട്ടിൽ അച്ഛൻ സ്കൂളിൽ ചോദിച്ചേ അച്ഛൻ അമ്മേനെ വേണ്ട അമ്മ നേഴ്സ് അച്ഛൻ ഹൗസ് ഹസ്ബൻഡ്. ഇവിടെ പറയാം അമ്മ എന്നെ ചെയ്യണം അമ്മ ഹൗസ് വൈഫ്, ഇത് ഹൗസ് ഹസ്ബൻഡ് കേട്ടിട്ടുണ്ട് നമ്മൾ. അവിടെ പറയണം അച്ഛൻ പിള്ളേ പറയണോ അമ്മയ്ക്ക് വില ഉണ്ട്, അച്ഛൻ ഹൗസ് ഹസ്ബൻഡ് ഉണ്ട്, ഹൗസ് ഹസ്ബൻഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു അച്ഛൻ പറഞ്ഞ് UK സാറേ അവർ വീട്ടിൽ അവർക്ക് ഒന്നുമില്ല സാറേ, പുള്ളിക്ക് അക്കൗണ്ടും ഇല്ല. കാരണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഫണ്ട് വരണം. PD മേടിക്കണമെങ്കിൽ ചോദിക്കണേടാ ഒരു 10 രൂപ തരാമേടാ PD. അവൻ്റെ കയ്യിലെ കാശുള്ളല്ലോ, എല്ലാം അവൾക്കല്ലേ പറഞ്ഞത്, ഇവനക്ക് കൊണ്ടില്ല. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വിള പറയാം ഞാൻ പള്ളിയിലെ മെമ്പർ ആവണം ഞാൻ അപ്പോൾ അച്ഛന്മാർക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവന് ഇവിടേക്ക് വീട്ടിലെ ഒരു പവറില്ലല്ലോ. അവിടെ പള്ളിയിൽ ഞാൻ തന്നെ സെക്രട്ടറി ആണ് കേട്ടോ, ഞാൻ തന്നെ വൈസ് പ്രസിഡന്റ്, അതൊക്കെ ഒരു കാർഡ് അടിച്ച് വെച്ചിട്ട് അവിടെ വീട്ടിലെ ഒരു പണിയില്ല. ഇതാണോ ഈ പറഞ്ഞ അയർലൻഡിലും ഇംഗ്ലണ്ടിലും ഒക്കെ നോക്കിയാൽ പല സ്ത്രീകളും അവിടെ പോയിട്ട് ഹസ്ബൻഡ്സിനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അത് സൂട്ട് കേസ് അറ്റാച്ച് അത് ഒരു സൈഡിൽ നടക്കുകയാണ് സാറേ. അത് അതൊരു ചേഞ്ച് ഓഫ് പാറ്റേൺ അല്ലേ അത്? ബട്ട് ദാറ്റ് ചേഞ്ച് ഇസ് നോട്ട് വെരി ഗ്രേറ്റ് ടു ചേഞ്ച് ദ ഹോൾ കേരള. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ചില പെൺകുട്ടികൾ ഇപ്പോൾ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അത് ചെയ്യണ്ട ഇത് ചെയ്യണം, 8 മണിക്ക് വരണം, 6 മണിക്ക് വരണം, 3 മണിക്ക് വരണം, ഈ ഡ്രസ്സ് ഇടണ്ട, കുറച്ച് കാണാൻ പറ്റും, അതെല്ലാം അവിടെ പോകണം. ഒന്നുമില്ലല്ലോ സാറേ. അതുപോലെ അത് ലിമിറ്റഡ് പീപ്പിൾ எல்லாரும் இல்லைல்ல சார். இப்போ நம்ம போகிறோம் சப்போஸ் டாக் அபவுட் லிவிங் டுகெதர். இப்போ லிவிங் டுகெதர் வந்து கம்ப்ளீட்டாக எல்லாம் இந்தியா போகிறோம் ஆயோ இல்லല്ലോ. பட் தெர் இஸ் ஏ குரூப் ஆஃப் பாய்ஸ் அண்ட் கேர்ள்ஸ் தேசே അത് നമ്മൾ வந்து ഒരു സൊസൈറ്റി മാറിയില്ലല്ലോ, കുറച്ച് പെർസെൻറ്റേജ് ഉണ്ടല്ലോ. ഇപ്പോൾ ലിവിങ് ടുഗദറിന് ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ബട്ട് അത് കോൺസെപ്റ്റ് കസ് നോട്ട് ബിക്കം മെയിൻ. ഇറ്റ് മേ ബിക്കം മെയിൻ ഇൻ ആഫ്റ്റർ 30-40 ഇയേഴ്സ്. ഈ ഗൾഫ് റിട്ടേൺ കൂടുതൽ വരികയും ഈ തിരിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് അതർ ഗൾഫ് കൺട്രീസിലേക്ക് മറ്റ് ഗൾഫ് രാജ്യങ്ങളല്ലാത്ത രാജ്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നവരുടെ എണ്ണം കൂടുകയാണല്ലോ സാറേ. അതിൽ ഒരു പോയിന്റ് ഉണ്ട് സാറേ, ഒരു പോയിന്റ് സാർ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉണ്ട്. What happened now when I told you some of the people who went to Gulf in a reasonably good job, അവിടെ അവർ പ്രസവിച്ചിട്ടുണ്ട്. ആ പിള്ളേർ ഇവിടെ പിറന്നതല്ല, അവരെല്ലാം ഗൾഫിൽ പിറന്ന ആൾക്കാരാണ്. അത് നമ്മളുടെ ഒരു 1 or 2 lakhs people are there. അവരെന്ത് ചെയ്യണോ അവരുടെ പിള്ളേരെ ഇന്ത്യ കൊണ്ടുവരില്ല. അവനെ ഇന്ത്യക്ക് വന്നിട്ടില്ല. അവർ പാസ്പോർട്ട് ഇന്ത്യ പാസ്പോർട്ട്, അവർ പിറന്നത് ഗൾഫ്. ഞാൻ ഇപ്പോൾ ഐ വെൻറ്റ് ടു ബിച്ച് പ്ലാനി ദുബായ്. 55% സ്റ്റുഡൻസ് ഇൻ ബിച്ച് പ്ലാനി വേർ ബോൺ ഇൻ ഗൾഫിൽ പറഞ്ഞത് നമ്മൾ ഇന്ത്യക്കാരാണോ ബിച്ച് പ്ലാനിൽ പഠിക്കുന്നത്. അപ്പോൾ അവർ വെച്ചാൽ ഇത് കടിച്ചിട്ട് ഇവർ എന്ന് വെച്ചാൽ അച്ഛനമ്മയും അവരെ കനഡയിൽ കൊണ്ടുവിടും. വിട്ടിട്ട് അവർ കൂടെ പോയിക്കൊള്ളണം. ഇതാണ് വാട്ട് വി കാൾ ദം എഗെയിൻ ഇൻവെസ്റ്റിംഗ് മണി ടു മൈഗ്രേറ്റ്. അപ്പോൾ എന്ന് ചെയ്യണം ദിസ് ഈസ് കാൾ വി കാൾ ദം ലൈക്ക് ഈ തിരുവനന്തപുരത്തിലെന്ത് ഗൾഫിൽ പോയിട്ട് ഒരു 10 വർഷം എന്നിട്ട് ദെൻ ഇത് ഒരു റൂട്ടാണ്, ഇത് സ്പെഷ്യൽ റൂട്ട്. ഇപ്പോൾ ഇറ്റ് ഇസ് എമർജിങ്. പ്രോബ്ലം ഈസ് ഇവിടെ നിന്ന് പോവാം, തിരിച്ച് വരവില്ല. മകനെ വെച്ചിട്ട് ഈ ചിന്ന മീനെ പോയിട്ട് അവിടെ പോയിട്ട് ഇത് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ബിക്കോസ് ഐ മെറ്റ് സം പാരൻസ് ഇൻ കനഡ സ്കൂൾ ഇതൊക്കെ ഒരു യാർക്ക് യൂണിവേഴ്സിറ്റി ഐ വെന്റ് ദർ. ഐ സാ ലാട്ട് ഓഫ് പാരൻസ് ആൾ ലുക്ക് ലൈക്ക് അല്ല. അപ്പം സാർ ഞങ്ങൾ വി ആർ ഇൻ സൗദി അറേബ്യ, വി ഡോണ്ട് വാണ്ട് ടു ഗോ ബാക്ക്. അപ്പോൾ എൻ്റെ മകൾ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഈ മകൾ ഇവിടെ കനഡയിൽ സെറ്റിലായെങ്കിൽ ഞങ്ങൾ ബാക്കിലെ പറയും. ഇതുപോലെ ഒരു ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ദാറ്റ് മീൻസ് ദേ ആർ ഇൻവെസ്റ്റിംഗ്. അവിടെ ഏൺ ചെയ്ത മണിയെ ദേ ആർ ഇൻവെസ്റ്റിംഗ് എഗെയിൻ to remigrate. We call them, it calls not circular, it's a step migration, they call them. Step, it's like a Trivandrum to Delhi via Bangalore. ഒരു 5 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഇത് വയ ഇപ്പോൾ നമ്മൾ ചില ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ പോയി 3 മണിക്കൂർ വെയിറ്റ് ചെയ്യുമല്ലോ. അവർ വെയിറ്റ് ചെയ്ത കാലമാണ്. അത് ഒരു ദേ ആർ മേക്കിംഗ് മോർ മണി ടു ഇൻവെസ്റ്റ് ദെയർ ചിൽഡ്രൻ ഇൻ യാർക്ക് യൂണിവേഴ്സിറ്റി, ടൊറൻഡോ യൂണിവേഴ്സിറ്റി. അവിടെ പോയിട്ട് ഇല്ല, ഇതൊരു പുതിയ ട്രെൻഡാണോ? അപ്പോൾ വാട്ട് happened, they are not going to come back to our country because what happened, they are supposed to return back from Gulf. Now they have not returned back. They will settle down in Australia, Canada, putting their children. It's a new trend picking up. I would put now
at least 10% of the Malayalis who are in the Gulf, they will never return. They are all ത്രൂ ഡാറ്റേഴ്സ്. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ ഹസ്ബൻഡോടെ പോകുന്നത്, അത് ഇപ്പോൾ ഇത് എല്ലാം ലക്കേജാണ്. നിങ്ങൾ പോകുമ്പോൾ കൂടെ 20 കൊണ്ടുപോകാമല്ലോ, അതുപോലെ ഹസ്ബൻഡെ കൊണ്ടുപോകാം, ഇല്ല വൈഫെ കൊണ്ടുപോകാം, ഇപ്പോൾ മകള് കൊണ്ടുപോകും. ദെൻ ദേ ലുക്ക് ഫോർ എ ബോയ് ഫ്രം ദാറ്റ്. അവിടെ കാസ്റ്റ് റിലീജിയൻ അവിടെയും പയ്യന്മാരുണ്ടല്ലോ. ഇപ്പോൾ ആൾറെഡി PR ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവൻ ഉടനെ കല്യാണം കഴിച്ചാൽ അവർക്ക് ഓട്ടോമാറ്റിക് PR കിട്ടുമല്ലോ. അത് വെച്ചിട്ട് ദെൻ പാരൻസ് വിൽ ഗോ. ഐ ഹാവ് സീൻ ഇൻ മൈ ഓൺ ഏരിയ ഒരു 2 പെൺകുട്ടികളാണ്, ദേ ബോത്ത് ഓഫ് ദം സെറ്റിൽഡ് ഇൻ ഇത്. ഇപ്പം ആ കുട്ടിയുടെ അച്ഛനമ്മയും ഇവിടെ നിന്ന് പോയി. ഇപ്പോൾ their house is for sale. ഇത് നല്ലതാണോ ചീത്തയാണോ എന്നാണോ സാർ? സാർ അത് എൻ്റെ സാർ ഇപ്പോൾ എന്താ, ഹൗസിംഗ് മാർക്കറ്റ് ഇൻ ടൊറൻഡോ ഇസ് ഡിസൈഡ് ബൈ ഹൗസിംഗ് മാർക്കറ്റ് ഇൻ നെരണം. ഇപ്പോൾ നെരണത്തിൽ ഒരാൾ വീട് വിറ്റിട്ടാണ് അവിടെ വീട് വാങ്ങാൻ പോകുന്നത്. ഐ ഹാവ് കൺസിഡർഡ് ഹൗസ് ഹിയർ. എൻ്റെ മകനക്ക് ഈ വീട് വേണ്ട, അവൻ പറയാണ് അമേരിക്കയിൽ വീട് വാങ്ങാൻ പോകുന്നത്. അപ്പം വാട്ട് ഹീ സെല്ലിംഗ്, ഹി വാണ്ട് ടു സെൽ ദ ഹൗസ് ഹിയർ. സോ വാട്ട് ഈസ് ഹാപ്പനിങ് നൗ, ദ ലാൻഡ് മാർക്കറ്റ് or the price of the house in London is decided by the housing market in പത്തനംതിട്ട. പത്തനംതിട്ട வந்து ഒരു 10 വീട് വിറ്റെങ്കിൽ അവിടെ പോയി വീട് വാങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ ഉള്ള എസ്റ്റേറ്റ് വിൽക്കുന്നതും. അപ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, വി ആർ earlier we are sending only people, now lot of money will go. I call them back what is called the backward remittances. നമ്മൾക്ക് അറിയാമலே നമ്മൾ നാട്ടിലിருந்து 80 ലட்சம் വീട് വിറ്റിട്ട് 60 ലட்சம் 100 ലட்சം அப்படின்னு ഇപ്പോൾ ഒരു 100 വീട് വിറ്റ് 1 കോടി ഇവിടെ നിന്ന് പോയെങ്കിൽ 100 കോടി അവിടെ UK എത്തി. അത് അവർ ചുമ്മാ UK ചുമ്മാ കിട്ടിയ പൈസ അല്ലോ. ഇവിടെ ഗ്രാൻഡ് പാരൻസിൻ്റെ ഫുള്ളും അവർ ചെയ്തത് വീടെല്ലാം ഇവിടെ എത്ര വീട് വിറ്റിട്ട് പോകുന്ന അറിയാമോ നിങ്ങൾക്ക്? ഒരു ഡേറ്റ ഇല്ല. അവർ 18% അടയ്ക്കണം, എനിക്കറിയാതെ. 80 ലட்சം കിട്ടിയെങ്കിൽ അവർ 80 ലட்சം കിട്ടിയത് അവർക്ക് ഇനി പറയാൻ പോകുന്നില്ല. അച്ഛൻ അമ്മ മരിച്ചു പോയി. ഇവിടുത്തെ ഒരു ഡിസ്ട്രസ് സെല്ലിംഗ് ആയിരിക്കും. അതായത് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും? ആളുകൾക്ക് വീട് പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്നുണ്ട്, വിൽക്കുന്നത് ഡിസ്ട്രസ് ആയിട്ട് പെട്ടെന്ന് സെല് ചെയ്തിട്ട് പോകുന്നു. മേ ബി ഡിസ്ട്രസ് ആർക്കും, ബട്ട് ദാറ്റ് സെല്ലിംഗ് ഇറ്റ്സ് ഓൺലി ഡിസ്ട്രസ് സെല്ലിംഗ്. ഫർഗെറ്റ് അബൌട്ട് സെല്ലിംഗ്. നമ്മളുടെ നാട്ടിലുള്ള പ്രോപ്പർട്ടി ആർ ഗെറ്റിംഗ് സോൾഡ് ആൻഡ് ദിസ് മണി ഈസ് ഹ്യൂജ്ലി ഗോയിങ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു 100 വീട് 1 കോടിക്ക് വിറ്റെങ്കിൽ അതെല്ലാം നല്ല നല്ല ഇടത്തുള്ള വീടാണ്. ഇപ്പം നീ നോക്ക്, ഫോർ എക്സാമ്പിൾ 1 million ഹൗസ് ഇൻ കേരള ഈസ് ലോക്ക്ഡ്. 1 million ഹൗസ്, 10 ലക്ഷം വീട് ഇവിടെ അടച്ച് കിടക്കണം. നീ ഏത് തെരുവിൽ പോന്നാലും സാറേ വീട് അടച്ച്, ഏത് തെരുവ് പോന്നാൽ ഒരു വീട് 4 വീട് കാണുമല്ലോ. കേട്ടാൽ ഗൾഫിലൊന്നും പറയുമെന്നല്ല. ഇപ്പോൾ അപ്പടില്ല. മകൾ അമേരിക്കയിലാണ്, ഇവർ 6 മാസം പോയിട്ട് വീട് വരും. കണ്ടിട്ടുണ്ടല്ലോ, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. ഇപ്പോൾ 6 മാസം പോയിട്ട് വരാം. അമ്മയ്ക്ക് അച്ഛൻ ചെയ്ത പിറகு ഈ വീട് പോയല്ലോ, അവിടെ പോയല്ലോ. പിള്ളേർക്ക് ഇപ്പോൾ അമേരിക്കയിലുള്ള പിള്ളേർ ഇവിടെ വരാൻ പോകുന്നില്ല. ദൈവമേറ്റ് കെട്ടിയ OCI കാർഡ് ഇവിടെ വരാൻ പോകും, ഏതാ പറയാം. അല്ലെങ്കിൽ അവർക്ക് ഈ പള്ളിയിൽ ഒരു അല്ലെങ്കിൽ വരില്ല അവർ. സോ ലാട്ട് ഓഫ് ഷീപ്പ് we are sending our human resources. Now we will send our ഹാർഡ് ആൻഡ് ഒരു 3 ജനറേഷൻ ഉണ്ടാക്കിയ ഒരു വീട് ഈ കടക്കുട്ടി പയ്യെ ഇപ്പോൾ കൊച്ചു അവിടെ പോയിട്ട് ഇതെല്ലാം വിത്ത് കൊണ്ടുപോയി അവിടെ വീട് വാങ്ങോ ന്യൂയോർക്കിൽ. ഇവർ തിരിച്ചു വരില്ല എന്നുള്ള സാധനം പറയുന്നുണ്ടല്ലോ. തിരിച്ചു വരില്ല സാറേ, അമേരിക്ക സെറ്റിൽ തിരിച്ചു വരില്ല. 80% ഇപ്പോഴും ഗൾഫ് തന്നെയാണ്. ഇപ്പം 80% ഗൾഫ് തന്നെയാണ്. ആൻഡ് ദാറ്റ് യു ക്യാൻ വിറ്റ്നസ് ത്രൂ ദ ഫ്ലൈറ്റ്സ്. ബിക്കോസ് ഞാൻ കേരളത്തിൽ 1987 I came to Kerala. Kerala had only one airport, Trivandrum. There was no Kochi airport. Then Kochi came, then Calicut, then Kannur. Of course, the Indian government allows you to have airport in every district. They have said no, enough. 4 international airport with a population of what is called the 32 million. You got 4 international airports that indicate the international migration. That's what I told you, no? Individual, economy, society and the infrastructure. Kerala don't need 4 airports. But the airports meant for not to Trivandrum, Kannur, flight Trivandrum, Kochi, alla. Adella Gulf. But still, you don't have many flights from outside Gulf. For example, there was a flight from Kochi to London. They said not enough passengers, they are stopping. But you look at it, Trivandrum Abu Dhabi, Trivandrum Qatar, Trivandrum Bahrain, Trivandrum Oman. So by every night, at least every day, you should have at least 40 to 50 flights going from this 4 airport to the Gulf area. Non-Gulf area is not still picking up through the airport thing, but slowly you will have flights coming from them. In fact, when the COVID hit, I was telling to the government in one of the meeting that many flights came, Vande Bharat flights, but no flight came from America to Trivandrum. At least next time COVID comes, we should have flight from America to Kochi, America to Calicut, Germany direct flight to Trivandrum after next COVID. But
Last time we caught all the Vande Bharat flight. You go and check all the routes only from Gulf. That indicates we have put all our people there. And that is changing, but not enough. It will change because of the changing population structure in Kerala. We don't have now people to migrate. I think that is the biggest. So the migration from Kerala will come down. Because there is nobody to migrate. Where are the people now? Age at migration now is 18 years. After +2 people are living. Where are the people? Whom you will send? You can send something, not to people. There is not enough people. That's why we have to now worry about migration in the sense that it is not easily available. I have only one son. I don't want him to go and work as a bonded laborer after studying BTech and MBA in India, working in an old age care home in UK. It's a rare. The labor is very scarce. But that knowledge has not come to the Kerala society. Very precious labor force now. Not like the olden days. Oh, Gulf lo poittu $2,000. Now, it's a very precious labor now.